ഗൈസ് അങ്ങനെ നമ്മൾ ഗോവയിൽ നിന്ന് നേരെ ഇനി മഹാരാഷ്ട്രയ്ക്ക് കടക്കാൻ പോണ്. നമ്മളിപ്പോ ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ ഇനി നമ്മളെ അടുത്ത ലക്ഷ്യം പറഞ്ഞാൽ മുംബൈ ആണ്. അപ്പൊ ഇനി രാവിലെ തന്നെ നമ്മൾ നേരെ പോന്നിക്കണ്. കുറച്ച് ആൾക്കാർ ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മഹാരാഷ്ട്രയ്ക്ക് കടന്നിക്കണം കേട്ടോ. മഹാരാഷ്ട്ര ബോർഡർ കടന്ന് ഇനി ഗോവയിൽ നിന്ന് കടന്ന് ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ മഹാരാഷ്ട്രയിലെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ഞങ്ങൾ. അപ്പൊ ഓക്കെ ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ മഹാരാഷ്ട്രയിലെ ഏതോ ഒരു അടുപ്പിലാണ്. ഏതാ ജില്ല എന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ പോകുമ്പോ ഒരു തണലുണ്ടേക്ക് ഇങ്ങനെ നിർത്തിയാണ്. ഇത് നമ്മളെ വണ്ടി ഇവിടെ ഇവിടെ ഒരു തണലുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ തണല്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടമാന റോഡ് ഇങ്ങനെ നിരന്ന് കിടക്കാണ്. തണലേ ഇല്ല. അപ്പൊ കിട്ടിയൊരു തണലിൽ വെച്ചിട്ട് അടുപ്പ് സെറ്റ് ചെയ്തിക്കണേ. സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ എന്താ ഉണ്ടാക്കണേ? കഞ്ഞി ഉണ്ടാക്കാൻ പോണ് മൂസി. ഇതൊക്കെ കഞ്ഞി ഉണ്ടാക്കാൻ പോണ്. നമ്മൾ കഞ്ഞികളാണോ? അവരൊക്കെ നാണം വന്നിടേ. പമ്പർ പെയ്ക്കണുണ്ടോ? അത് കുണ്ടിലെന്തോ ചാടിയപ്പോ പെയ്ക്കണ്. പമ്പർ പെയ്ക്കണ്, ഇത് പെയ്ക്കണ്, ചളി പെയ്ക്കണ്. മൊത്തത്തിൽ പ്രശ്നമാണ്. ഇവിടെ കിച്ചു എഡിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സിനാൻ അവിടെ. സിനാൻ മാരാമംഗലം ഇവിടെ ഇതാ വന്നു കടന്നുറങ്ങുന്നുണ്ട്. അതിനുള്ളൂ. ഓക്കെ ഗൈസ്. എന്താണ് ക്ഷീണായോ? സിനാൻ മാരാമംഗലം ഇത്ര നേരം വണ്ടി ഓട്ടീന്. അപ്പൊ വണ്ടിന്റെ ഒക്കെ കോലം കണ്ടോ? ചള്ളി പിടിച്ചിട്ട് അമ്മായിരം ഓട്ടേനു കേട്ടോ. ചീനച്ചട്ടി എന്ത് ചട്ടി എടുത്തോ? അല്ല ചീനച്ചട്ടി ഉണ്ടല്ലോ. ചീനച്ചട്ടി ഉണ്ട്. നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കണത്. നമ്മൾ ഇന്നോ വാങ്ങിച്ച സിലിണ്ടറാണ്. മുസിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ അറിയോ? ശീലമുണ്ടോ? പ്രവാസിയായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ ഞാൻ ഈ കുറച്ച് വോയിസ് ഓവർ ചെയ്യാണ്ട് അത് വണ്ടിയിലിരുന്ന് വോയിസ് ഓവർ ചെയ്യും. നമ്മൾ യൂട്യൂബിലേക്കുള്ള വീഡിയോ കിച്ചു എഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് വോയിസ് ഓവറും ചെയ്യും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ ഇനി നമ്മളെന്തായാലും ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ പോട്ടെ. ഒരു കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയാണ്. അരി ഉണ്ട്, സോയാബീൻ ഉണ്ട്, തക്കാളി ഉണ്ട്, ഉള്ളി ഉണ്ട്, മറ്റേ ചെമ്മീൻ പൊടി ഉണ്ട്. പിന്നെ ഇതെന്താണ്, ബീഫ് അച്ചാറുണ്ട്. കാരണം ഇവിടെ ബീഫൊന്നും കിട്ടൂല. പിന്നെ സോയാബീൻ, മുളക് പൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇതൊന്നും ഉണ്ടാക്കൂല. വെറും കഞ്ഞി തന്നെ കയറി ഫുള്ള് പുറത്തുനിന്ന് കഴിക്കല്. ഫുള്ള് നമ്മൾ ഉണ്ടാക്കി പോകണമെന്നില്ല പ്ലാനായിരുന്നു. പക്ഷെ ഫുള്ള് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പം ഇനി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. ഓക്കെ. നമ്മളെന്തായാലും ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മളെ കഞ്ഞി ഇതാ സുഹൃത്തുക്കളെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. കഞ്ഞി കുറച്ച് പോയോന്നൊരു ഡൗട്ട് ഉണ്ട്. ഇമ്മാൻ്റെ കുക്കറാണ്. സോയാബീൻ ഇവിടെ അയക്കണ്. സോയാബീൻ കൊണ്ട് എന്താ ഉണ്ടാക്കണേ? മസാല. സോയാബീൻ മസാല ഉണ്ടാക്കണേ. പൊരിക്കുക മസാല പൊരിക്കുക. അപ്പൊ എന്തായാലും സെറ്റപ്പ് ആവുന്ന തോന്നണേ. പിന്നെ പോരാത്തതിന് ഇത് മാത്രം മതി ശരിക്ക്. ഞാൻ അത് വെറുതെ തിന്നോക്കിട്ടോ. നല്ല കിടില സാധനം. ഇത് തിന്നോക്കിയോ? കിടില സാധനം. പിന്നെ നമ്മളിത് ബീഫ് അച്ചാറുണ്ട്. അതാ വരുന്ന ഉപ്പൊക്കെ വാങ്ങിയിട്ട്. അതിപ്പോ എവിടെ കട ഉണ്ടോ അവിടെ? ബാക്കിൽ വരുന്ന വെറും ഉടായിപ്പാട്ടോ. വെറും ഉടായിപ്പാ. പൈസ എന്തെങ്കിലും വാങ്ങിത്തരാന്ന് പറഞ്ഞോട്ട് പോയതാവും. ഇല്ലെങ്കിൽ പോവില്ല. നമ്മളവിടെ എഡിറ്റ് ചെയ്യുന്നു. അതാ സ്നാപ്പ് സ്റ്റോറിയൊക്കെ ഫുള്ള് ഉണ്ട്. സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് ലൈഫ്, ട്രാവലിംഗ് ലൈഫ് അല്ലേ? ഞാൻ ആദ്യമായിട്ടോട്ടോ ഇങ്ങനെ വെച്ചുണ്ടാക്കി പോണ വഴിക്ക് തിന്നണം. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഗ്യാസ് മുറ്റിയൊക്കെ കൊണ്ടുപോകും. ഇങ്ങനെ വെച്ചുണ്ടാക്കി തിന്നണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ വെച്ചുണ്ടാക്കിയിട്ട് തിന്നിട്ടില്ല. പോകുമ്പോൾ ഇവിടെ അണ്ണൻ സൈക്കിളൊക്കെ പൂട്ടിയിട്ട് തന്നെ. ഇത് ഭുവൻ. ഓക്കെ. ഭുവൻ എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഗൈസ്. ഭുവൻ അത് ആമസോണിൽ ഫ്ലിപ്കാർട്ടുകാരനൊക്കെ ഉണ്ട് കേട്ടോ ഈ നാട്ടിൽ കൂടി. വിജൃംഭിച്ച നാട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാട്ടോ. പെരും ചൂടാണ് ഇവിടെ. ഇവിടെ നമ്മളെ ഈ പണിക്ക് പോണ ആൾക്കാരുണ്ടല്ലോ. അതായത് പണിക്ക് പോണ വണ്ടിമ വരെ മറ്റേ കൊടിയാണ്. ഓറഞ്ച് കൊടിയില്ലേ? ഇതാ കൊടി. ആ ടീമിന്റെ കൊടിയാണ്. അതായത് പണിക്ക് പോകുമ്പോ അത്രയ്ക്കും പാർട്ടി പ്രാന്തന്മാരാണ് അർത്ഥം. എന്താ വടാപ്പാവായിട്ട് വരുന്നത് അല്ലേ? ഇവനെ മുട്ടായി വാങ്ങി കൊടുക്കുക, അല്ലെ ഐസ് വാങ്ങി തരാറുണ്ട് പോന്നാ. അപ്പൊ അല്ലേ പോകുമ്പോ പോരില്ലല്ലോ. ഇതാ നമുക്ക് ഇതാ വടാപ്പാവ് വന്നിട്ടുണ്ട്. കിച്ചനോളി കിച്ചോ വാ വടാപ്പാവ് കഴിക്കാം. കിച്ചു നമ്മളെ എഡിറ്റർ പ്ലസ് ക്യാമറമാനാണ്. വടാപ്പാവ് ഉണ്ട് ബാ. അപ്പോൾ സെറ്റാണ് ഗൈസ്, സെറ്റാണ് ഗൈസ്. അപ്പൊ നമ്മളെ വടാപ്പാവ് തിന്നാൻ പോട്ടെ. ഇതാണ് പാവങ്ങളുടെ ബർഗർ. അതായത് ഈ വടാപ്പാവിന് ഒരു കഥ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയോ? അതായത് നമ്മളെ ബ്രിട്ടീഷുകാരുണ്ടല്ലോ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ
ഓരിങ്ങനെ ബർഗറൊക്കെ ഉണ്ടാക്കി തിന്നല്ലോ ചിക്കനൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ പാവപ്പെട്ട ആൾക്കാർ ഇന്ത്യൻസ് ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട്, അയ്യോ ചേട്ടൻ നോക്കണം, ചിക്കനൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആലു, അതായത് ഇവിടെ ഉരുളക്കിഴങ്ങാണല്ലോ നല്ലോണം കിട്ടുക, അത് വെച്ചിട്ട് ഇതേപോലെ ഓരുണ്ടാക്കണ മാതിരി ബർഗർ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടായതാണ് ഈ മറ്റേ ഈ എന്താണ് വടാപ്പാവ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശരിയാക്കി തരണം. ഇത് എന്നോടൊരു ചങ്ങായി പറഞ്ഞതാണ്, ഇവരല്ല പക്ഷേ എന്നോട് ഒരു ചങ്ങായി പറഞ്ഞേക്കണ് ട്രെയിനിൽ പോകുമ്പോൾ. ഞാൻ എന്നെ പറ്റിച്ചാന്ന് അറിയില്ല, ഞാൻ അറിയില്ല, എനിക്കറിഞ്ഞ അറിവ് നിങ്ങൾക്കും കൂടി പകരം തന്നു. മണ്ടത്തരാണെങ്കിലും അത് നിങ്ങൾ സ്വീകരിച്ചോളൂ. നല്ല നാക്കുണ്ട് ഗൈസ്. ഞാൻ തന്നെ വേണം എല്ലാത്തിനും പറഞ്ഞ എങ്ങനെ ഗൈസ്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യായിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇത് കുഴക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൽ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും അല്ല മുളകും പൊടി ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് സെറ്റപ്പ് ആക്കും ഗൈസ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ സോയാബീൻ അങ്ങനെ റെഡി ആയിക്കണേ. ഇല്ല ഉപ്പ് നോക്കാം ഗൈസ്. വിചാരിച്ച മാതിരി കേട്ടോ, കറക്റ്റ് ചോറായിക്കണ്. ഞാൻ കഞ്ഞിയാവുന്നോ പായസാവുന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ചെക്കന്മാർക്ക് പണി അറിയണ്ടോ. ഞങ്ങളവിടെ കുറെ പപ്പേരുണ്ട്. അവിടുന്ന് ചേട്ടൻ അപ്പുറത്തെ ചേട്ടന്മാരെ നമുക്ക് സാമ്പാർ വന്നിട്ടോ. നമുക്ക് സാമ്പാർ വലിയ കമ്പല്ലാത്തോണ്ടേ നമുക്കിതാ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി നമ്മളെ ചെമ്മീൻ പൊടി ഉണ്ട്. പിന്നെ നമുക്കുള്ളത് എന്താ വെച്ചാൽ നമ്മളെ സോയാബീൻ ഉണ്ട്. കുറച്ച് നല്ല കിടിലൻ സോയാബീൻ. നമ്മൾ സോയാബീൻ ഇട്ട് അതേപോലെ ഇങ്ങനെ ഇടുക, അതിൻ്റെ അരുക്ക് ഇടുക. വാവ്. ഇനി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബീഫ് അച്ചാറുണ്ട്. ബീഫില്ല കേട്ടോ, ബീഫ് ഇന്നലെ ഒക്കെ എഴുതി തിന്നിട്ടാണ് രാത്രി. ഒരു ബീഫിന്റെ പൊട്ടേനും വേണം. അപ്പോൾ ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, ഇത് ഏതാ ബ്രാൻഡ് എന്നൊന്നും അറിയാം കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ കിടിലെ സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ പൊടി കാണാണെങ്കിൽ വാങ്ങിക്കോളി. എന്താ BCS ഡ്രൈ ഫിഷ് പ്രൊഡക്ട്സ്. നമ്മൾ കണ്ണൂരിൽ നിന്നാണ് വാങ്ങിയത്, കണ്ണൂർ ബേസ് ചെയ്തിട്ടാവും തോന്നുന്നു. ചെമ്മീൻ റോസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാ, നമ്മൾ ഫുള്ള് നമ്മൾ ആക്കിയ സ്ഥലമൊക്കെ വൃത്തിയാക്കിക്കണം കേട്ടോ. വൃത്തിയാക്കി തന്നെ നമ്മളിനി എടുത്ത് പോവാണ്, വണ്ടി എടുത്ത് പോവാണ്. ഇനി ഓഫ് ടു മുംബൈ. ഇനി മുംബൈ പോയിട്ടുള്ള ചോട്ട്. അതിൻ്റെ ഇടയിൽ ഒന്ന് കുളിക്കണം. വന്നപ്പോൾ ഇട്ട ഡ്രസ്സാണ്, ഇതുവരെ കുളിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഓക്കെ. നിങ്ങൾ വിശപ്പൊക്കെ മാറിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഓ വാവ തൊട്ടിട്ടില്ല. വാവ എന്താ ചെയ്തിക്കണെന്ന് അറിയാം, അതില് സോയാബീനിലൊന്ന് മസാല തേച്ച് വെച്ചു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇവര് രണ്ടാളെ ചെയ്തിക്കണം. ഇവരൊന്നുമില്ല കേട്ടോ, ഇവൻ വെറുതെ ചെറിയിച്ചിരിക്കാണ്. ഇതിൽ ഇവര് രണ്ടാള് മാത്രം, ഇവര് ഈ രണ്ട് സൈഡിലിരിക്കുന്ന ആൾക്കാർ മാത്രമേ പണിയെടുത്തുള്ളൂ. ഇവനും പണിയെടുത്തിട്ടില്ല, ഇവനും പണിയെടുത്തില്ല, ഞാനും പണിയെടുത്തില്ല. ഞങ്ങൾ രണ്ടാളും വേറെ വർക്കിലായിരുന്നു, എഡിറ്റിങ്ങിലായിരുന്നു. പക്ഷെ ഇപ്പൊ ചെറിയ കളിച്ചിരിക്കുന്നു. ഓൻ എപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയോട്ടെ. ബൈ ബൈ ബൈ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മളപ്പോ പോണ വഴിക്ക് ഒരു പുഴ കണ്ടാണ്. ഓ പുഴന്റെ അപ്പുറത്തോട്ടാ ട്രെയിനാ പോണു. ട്രെയിൻ. അപ്പൊ നമ്മൾ പോണ വഴിക്ക് നമ്മളൊരു പുഴ കണ്ടാണ്. അപ്പൊ അതിന്റെ അടിയിൽ, പാലത്തിന്റെ അടിയിൽ വന്നിട്ട് കുളിക്കാന്ന് കരുതി. എന്ത് പറയുന്നു, പൊളി മൂട്, നാച്ചുറൽ വൈബ്. അപ്പൊ എന്തായാലും നമ്മൾ കുളിക്കട്ടെ. ഇനി എന്താ വെച്ചാൽ ഞാൻ ഷെട്ടിമേൽ ഇറങ്ങണ, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കണില്ല. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മളൊരു 1.5 കുളി കുളിച്ച് നമ്മൾ കുളിച്ച് മാറ്റി സോപ്പൊക്കെ തേച്ച് നല്ല കുളിച്ചിട്ടുണ്ട്, പല്ലും തേച്ചിട്ടില്ല. അപ്പോൾ കുളി നനയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടുണ്ട്. AC-ക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അതൊന്നും ഇവിടുത്തെ ചൂടിൻ്റെ ആണെന്നറിയില്ല. അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് തണുക്കണില്ല. നമ്മൾ പോണ വഴിക്കേ നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് കുറേ ചേച്ചിമാര് മറ്റേ ജീവനുള്ള ഞണ്ടും നമ്മളെ നാട്ടിലെ കോട്ടി മീനൊക്കെ വിൽക്കണം. ഇതാ പയമീൻ ഒക്കത്തിനും ജീവൻ ഉണ്ട്, ഒക്കെ ഫ്രഷ് ആണ്. ഞണ്ടൊക്കെ അതാ പാഞ്ഞ് മണ്ടിടും. ഇതാ അപ്പുറത്തെ മാങ്ങൊക്കെ ഉണ്ട്, മാങ്ങ. നമ്മളെ അവിടെ മറ്റേ ഇതിന് കരിമ്പ് ജ്യൂസിന് വേണ്ടിയിട്ട് നിർത്തിയതാണ്. അതാ ബായി തമ്പാക്ക് എടുത്ത് കുടയണം. ഗൈസ്, കറന്റ്ലി വി റീച്ച്ഡ് അറ്റ് മുംബൈ, ബട്ട് വി കാൺ ഇറങ്ങാൻ പറ്റില്ല ഹിയർ. ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങണില്ല ഗൈസ്, പൊരും വെയിലാണ്. പൊരും വെയിൽ പറഞ്ഞാൽ ആടെ നോക്കാണ് നിങ്ങള്, കടലിക്ക് സൂര്യനകത്ത് ഉദിക്കണോ, വെയിലും ചൂടാണ്. അപ്പൊ ഈ നേരത്തെ നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള ഒരു മൂഡില്ല.
ഇല്ല. അപ്പോൾ നമ്മൾ നേരെ ഡൽഹി തന്നെ പിടിക്കുകയാണ്. ഇവിടെ ഒക്കെ അതാ സൈഡ് ആയിക്കണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ ഡൽഹി പോവാണ്. ഓക്കെ, ബൈ. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ മുംബൈ എത്തിയപ്പോൾ നമ്മളെ പോലീസ് പിടിച്ചിട്ട് ഇതാ സ്റ്റിക്കർ കീറി കളഞ്ഞു. നമ്മളെ എന്താ പറയാ ഫിലിം ഇത് ഒട്ടിച്ചിരുന്നില്ലേ, കൂളിംഗ് ഒട്ടിച്ച് കളഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഡാഷ്ബോർഡിൽ ഒരു മറ്റേ സ്പീക്കർ ഉണ്ടായിരുന്നു, നമുക്കിങ്ങനെ മൈക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ആകെ ഫൈനായി. ഇപ്പോൾ ഇതാ നമുക്ക് ഫൈൻ അടക്കുകയാണ്. ഇതാ സ്പീക്കർ ഇതാ മറ്റേതൊക്കെ കളഞ്ഞു കേട്ടോ, അതൊക്കെ കീറി കളഞ്ഞു. ഇനിയിപ്പോൾ ചുട്ട് പൊള്ളിക്ക് പോകണം അല്ലേ. 500 കൊടുത്ത് ഒതുക്കാന്ന് കഴിഞ്ഞു. അതിൽ ഈ പൊട്ട പോയിട്ട് വീഡിയോ എടുത്ത് അതിൽ ഓൾക്ക് പിന്നെ സീനായി. നമ്മൾ യൂട്യൂബറാന്ന് അറിയുകയും ചെയ്യാം. അറിയാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ പർപ്പസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് ടെൻഷനായിട്ട് ഓല് പിന്നെ അധികം ചെല്ലാനായിട്ട് തന്നെ നമ്മളിത് സെൽഫി എടുത്ത് പിടിപ്പിച്ചു. നമ്മളെ പിടിച്ചാ പക്ഷെ നല്ല മാന്യന്മാരാട്ടോ, മാന്യന്മാരാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫിലിമിന് അതായത് ബ്ലാക്ക് ഒട്ടിക്കല് ഇല്ലീഗലാണ്. അപ്പം അതുകൊണ്ട് ഫൈനാണ് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. നമ്മൾ മാന്യമായിട്ട് റെസിപ്റ്റ് ഒക്കെ കിട്ടി. ഇതാ ഈ സാധനം ഇത് പിടിച്ചിട്ട് ഇത് ഓണാക്കുമ്പോ ഈ സൗണ്ടൊക്കെ തന്നെ പോലീസിന്റെ അങ്ങനത്തെ സൗണ്ടൊക്കെ വരണേ. അപ്പൊ പിന്നെ പോലീസുകാര് പിന്നെ തന്നൊക്കെ വിളിച്ചാതിരിക്കുവോ, കാരണം ഓല സൗണ്ടല്ലേ അതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു വിഷയമായി. പിന്നെ അങ്ങനെ എന്താ അവരോട് ഞാൻ പറയാം. അപ്പൊ അതാണ് നമ്മള് മുംബൈയിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ നല്ല ഉറക്ക ക്ഷീണത്തിൽ ഉറങ്ങി ബനനെ വണ്ടി ഓടിച്ചിരുന്നത്. ഇനിയിപ്പോ എന്താ നമ്മളിതാ ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മുംബൈന്റെ ഏതോ ഒരു അറ്റാണ് അല്ലേ. ഗൈസ്, പോണായിക്ക് ഒരു ചേട്ടന് ഇവിടെ മറ്റേ ലിച്ച് വെക്കുന്നുണ്ട്. ഞാനിത് മറ്റേ ജ്യൂസിന്റെ ഫോട്ടോയിൽ മാത്രമുള്ള ലിച്ച് കണ്ടിട്ട്. നമ്മളെ നാട്ടിലെ ലിച്ച് വേറെ ലിച്ചല്ലേ, മറ്റേ ലിച്ചല്ലേ. ഇവിടെ ഒറിജിനൽ ഹാഫ് കെ ജി. അപ്പൊ എന്താ പാട് നോക്കാൻ വേണ്ടിട്ട് ഒരു 1/2 കിലോ വാങ്ങാന്ന് കരുതി. ഗൈസ്, അപ്പൊ നമ്മളൊരു 1/2 കിലോ വാങ്ങിക്കണേ. ഇതെന്താ മട്ടൻ നോക്കണല്ലോ, അതിന് വേണ്ടിട്ട് വാങ്ങിയാ. ഇതേവരെ ഇത് തിന്നോ? ഞാൻ തിന്നില്ല. ലിച്ചി എന്നൊക്കെ പറയും. നമുക്ക് തിന്നോക്കാം ഗൈസ്. പക്ഷെ ഇതിന് പ്രത്യേകം മണക്കെ കേട്ടോ. എന്നാ എന്തിനാ കൊടുക്കണേ? അയ്യോ, അതിന്റെ അതേ ടേസ്റ്റ് ലിച്ചി ജ്യൂസില്ലേ, അതിന്റെ അതേ ടേസ്റ്റ്. രസമുണ്ട്. 1/2 കിലോന് 200 രൂപ. ഗൈസ്, അതല്ല കോമഡി. ഇപ്പൊ സമയം എത്രയെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സമയം എത്രയെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഗസ് ചെയ്യട്ടെ. 7 മണി. നോക്കിയോക്കാ. അല്ല, ഇതിൽ 9 മണിയാലോ, സോറി. ശരിക്കും 7 മണിയാണ്. അതാ 7 മണി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 7 മണിക്കാണ് ഇമാര് വെളിച്ചം. നമ്മളവിടൊക്കെ ഇപ്പം മൈബാൻ കൊടുത്തിട്ടുണ്ടാവും. ഗൈസ്, നമ്മൾ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയത്. അപ്പോൾ പെട്രോൾ പമ്പിന്റെ കക്കൂസിന്റെ പേര് നോക്കിക്കോളിട്ടോ. സുഖം. അതെ, അവിടെ നല്ല സുഖമുണ്ടാവും. സുഖന്ന് എന്താ എന്താ അർത്ഥം ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ലേഡീസിന്റെ ആണ്. അവിടെ കയറി അടിയിട്ടു. ഗൈസ്, ഞങ്ങൾ അവിടെ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് പമ്പിൽ വന്നതാ. അപ്പോൾ അപ്പുറത്ത് ഒരു മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ബർഗർ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പം എന്നാൽ നമ്മൾ ഓരോ ബർഗർ കഴിക്കട്ടെ ഗൈസ്. ഗൈസ്, ഡൽഹി പോകാൻ നിന്ന് ഞങ്ങൾ മുംബൈയിൽ ഒരു അടിപൊളി വെറൈറ്റി സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഡൽഹിക്ക് പോണതിന്റെ മുമ്പേ മുംബൈത്തെ ആ സ്ഥലം പോയിട്ടാണ് പോണത്. ഹായ് ബ്രോ. അത് ചെറിയില്ലാതെ മയോണൈസ്. അപ്പൊ എന്തായാലും നമ്മൾ പോയേക്കട്ടെ. ആ സ്ഥലം സർപ്രൈസ് ആണ്. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, ഫൈനലി നമ്മൾ അങ്ങനെ റീച്ച് അവർ ലൊക്കേഷൻ. ഏതാ സ്ഥലം കാമാത്തില്ല. അതായത് പല ആൾക്കാർക്കും അറിയണ്ടാവും. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. നമ്മൾ അങ്ങനത്തെ ടൈപ്പല്ല. അതെ, തറവാട്ട് പറഞ്ഞ ചെക്കനാ. നമ്മള് വെറുതെ എന്തത് കാണാൻ വന്നതാണ്. നമ്മളിതുവരെ കേട്ടുള്ളൂ. അപ്പൊ അത് അറിയാനൊരു കൗതുകം കൊണ്ട് നമ്മൾ വന്നു പോയതാണ്. മാപ്പാക്കണം എന്തിനാ? ഇവിടെ ഒക്കെ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഞാനിത് കൂടി ക്യാമറ ഫ്ലാഷ് ഓഫ് ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും. അടി കിട്ടുന്ന അത്ര റിസ്കി ഷോട്ട്സുകൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രമാത്രം എനിക്ക് ഒരു ഇതില്ല.
എന്താ പറയാ ഒരു സുഖമില്ല ആണ്. അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ എന്തായാലും എടുത്തല്ലോ എന്ന് വെച്ചിട്ട് മുഴുവനാക്കാണ് വീഡിയോ. എന്തായാലും ഇങ്ങോട്ട് വന്നതാണ്. ഒരു മൂഡില്ല, കുറച്ച് സീനുകളാണ്. ആ ഓക്കെ. അപ്പൊ നമ്മളൊന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. വണ്ടി നിന്നിട്ട് നമുക്ക് നല്ലപോലെ കാണാമല്ലോ ഒന്നും. അപ്പൊ നമ്മളൊന്ന് ഇറങ്ങി നോക്കാന്ന് കരുതി. അപ്പൊ ഇനി ഇവിടെ ഇങ്ങനെ എങ്ങനെയൊക്കെ നടന്നാൽ കാണുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ നമുക്ക് നടന്നു നോക്കാം. ഗൈസ്, നമ്മളവിടെ വിചാരിച്ച പോലെ ഒന്നും കണ്ടില്ല. വീഡിയോസിലൊക്കെ കണ്ട പോലെ ഒന്നും ഞങ്ങളവിടെ കണ്ടില്ല. അപ്പൊ നമ്മളവിടെ നേരെ തിരിച്ച് ഇനിയിപ്പോ മറൈൻ ഡ്രൈവിലേക്ക് വന്നിക്കാണ്. മറൈൻ ഡ്രൈവിൽ വന്നിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? മറൈൻ ഡ്രൈവ് ആണ് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഞാൻ പറഞ്ഞോ ഇടക്കിടക്ക് പറയുന്നുണ്ട് 6ാം ക്ലാസ് പഠിക്കുമ്പോ ചെറുപ്പത്തിൽ പോയി കാണുന്നിട്ട് നമ്മളെ കൂടുതൽ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി വരാം. ഷോ നമ്മളിപ്പോ ഇവിടുത്തെ ഇത് മറീന ബീച്ച് എന്ത് ബീച്ചാവാ? മറൈൻ ഡ്രൈവിന്റെ അവിടെ ഒരു ബീച്ചാണ്. ഇവിടെ നമ്മളെ കോഴിക്കോടിനേക്കാളും ഇവിടത്തേക്കാളും വൃത്തി നമ്മളെ കോഴിക്കോടിന് കേട്ടോ. ഫുള്ള് കച്ചറയും ചളിയും പൊളി ഇതൊക്കെയാണ്. നോക്കിയാണ് ബീച്ചായാലും ഒരു ശാന്തി ഉള്ളൊരു ബീച്ച്. അവിടെയാണ് മറൈൻ ഡ്രൈവ്. അതാണ്